വെടിഞ്ഞ് ഉണ്ണിയേശു വന്നിതാ. Awesome. Good. Hello everyone, hope you had a great week. Welcome to another section with JJP. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ പോക്കനോസിലാണ് വന്നിരിക്കുന്നത്. പോക്കനോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി മൗണ്ടൻസും അതോടൊപ്പം തന്നെ നല്ല സീനറികളും നല്ല റിസോർട്ട് പ്ലേസുകളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. പോക്കനോസിൽ ഫില്ലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഫിൽ നമ്മുടെ ചാനലിൽ കൂടെ അൽഫാം ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ. ഫിൽ ഓൾസോ എ ടീച്ചർ ഇൻ പോക്കനോസ്. സോ പുള്ളിക്കാരൻ ഇന്നൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് വാട്ട് ഈസ് കുക്കിംഗ് ഫോർ us. Let's go and see. All right. ഹലോ ഫിൽ, എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. പിന്നെ നമ്മൾ ഫില്ലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോഴാണ് ഫില്ല് നമുക്ക് വേണ്ടി കുക്ക് ചെയ്തത് അൽഫാം ചിക്കൻ അല്ലേ? ഓൾമോസ്റ്റ് കൊറോണ സമയത്ത്, ആ സമയത്ത് ഓൾമോസ്റ്റ് പീക്കായിരുന്ന സമയത്താണ്. ഓൾമോസ്റ്റ് ഒരു 7-8 മന്ത്സിന് മുമ്പിട്ടാണ് നമുക്ക് വേണ്ടി അൽഫാം ചിക്കൻ കുക്ക് ചെയ്ത് തന്നത്. പിന്നെ നമ്മൾ വന്നിരിക്കുകയാണ് വേറൊരു ഡിഷ് കുക്ക് ചെയ്യാൻ. ഫില്ല്, എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഫാമിലിയൊക്കെ എല്ലാവരും നന്നായിരിക്കുന്നു. ഓക്കെ. സോ ഇന്ന് നമ്മുടെ ഫില്ലിനെ കുറിച്ച് കൂടുതൽ ഫാമിലിയെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ ആ വീഡിയോക്കകത്ത് ഞാൻ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് കുക്കിങ്ങിലേക്ക്. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഫില്ല് ഇതിൻ്റെ ഇടയ്ക്ക് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കലാകാരനും കൂടിയാണ്, പാട്ടൊക്കെ പാടും. സോ നമുക്ക് ഒക്കുമെങ്കിൽ ഫില്ലെ ഒരു ലേശം റസ്റ്റിയാണ്, ശ്രമിക്കാം. സോ ഫിൽ, നമ്മൾ ഇന്ന് എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? ഞാൻ പുതിയതായിട്ട് പഠിച്ച ഒരു റെസിപ്പിയാണ് Mangalorean style crab ghee roast, നെയ് റോസ്റ്റ്. അത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ കണ്ടപ്പം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കരുതി. ട്രൈ ചെയ്തു, സംഭവം അടിപൊളി. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് ഓക്കെ. സോ ഇത് അടിപൊളിയായിരിക്കും എനിക്കറിയാം. കാരണം അൽഫാം ചിക്കൻ ഉണ്ടല്ലോ, സൂപ്പറായിട്ട് വന്നിട്ട് അന്ന് ടേസ്റ്റ് ഇപ്പോഴും നാവിൽ ഇരിപ്പുണ്ട്. സോ അതേപോലെ തന്നെ ആയിരിക്കും ഫില്ല് ഇന്ന് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഫിൽ, ലെറ്റ്സ് ഗെറ്റ് ടു കുക്കിംഗ്. Do you have anything to say? No, I hope everyone is doing well and being safe during this pandemic. Okay. All right. Yeah, let's get to the cooking. So, നമ്മുടെ crab ghee roast ന് വേണ്ടിയ ingredients. So the main ingredient is crab. I have some cooked crab, lump meat and claw meat. Ghee. For the marinade, I have some turmeric and some yogurt. A special spice blend, dry spices is byadgi chili. Molaga. Yeah. Piriyamulag പോലെ. കാശ്മീരി അല്ല, ഇതിന് ഒരു സ്വല്പ earthy flavor ഉണ്ട്. സോ സൗത്ത് ഇന്ത്യയിലുള്ള ഇനമാണ്. കുറച്ച് കാർഡമം, കൊറിയാണ്ടർ സീഡ്സ്, peppercorn, cinnamon, cloves, cumin seeds and some fenugreek. Okay. ഗാർലിക്, ജിഞ്ചർ, അല്പം കറി ലീവ്സ്, അതുപോലെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടാമറിൻഡ്, പുളി. ഓക്കെ. സോ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഈ ക്രാബ് ആദ്യം മാരിനേറ്റ് ചെയ്യണം. സോ ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് സാധാരണ ഷെല്ലുള്ള ക്രാബ് ചെയ്യുന്ന മാതിരി ഒത്തിരി നേരം ഒന്നിട്ട് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വല്പം യോഗട്ട് ഇട്ടതിന് ശേഷം സ്വല്പം ടേമറിക്, ഒരു 1/2 ടീസ്പൂൺ ടേമറിക് ഇട്ടു. സോ ഇത് യോഗട്ടും ടേമറിക്കും ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഓക്കെ. ക്രാബ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു, സൈഡിലോട്ട് വെച്ചു. ഇനി നമുക്ക് ആ ഡ്രൈ സ്പൈസസ് ഒന്ന് പെട്ടെന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സോ ആദ്യം ഞാൻ ആ ചില്ലി ഒരു സൈഡിലോട്ടിടാം, പിന്നെ ഈ ബാക്കിയുള്ള ഡ്രൈ സ്പൈസസ് ഇടാം. ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കൂൾ ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ഡ്രൈ സ്പൈസസ് നമ്മളിനി ഗ്രൈൻഡ് ചെയ്യാൻ പോകണം. ഓക്കെ. നമ്മുടെ സ്പൈസസ് പൊടിച്ച് മസാല. ഇതിന് വേണ്ടിയ സ്പൈസ് ബ്ലെൻഡ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് ജിഞ്ചർ, ഗാർലിക്, നമ്മുടെ പുളിയും ടാമറിൻഡ്. അതെ. ഓക്കെ. അത് നമ്മൾ ആ നേരത്തെ അരച്ച ഡ്രൈ സ്പൈസ് ബ്ലെൻഡും ആ മസാല പൊടിയും കൂടെ ബ്ലെൻഡ് മിക്സ് ചെയ്യും. ഓക്കെ. പേസ്റ്റ് വരുവാൻ സ്വല്പം വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്തോ മിക്സ് അല്ലേ? മെയിൻ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
Alright, Phil. നമുക്ക് ക്രാബ് റോസ്റ്റ് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടിയത് സ്വല്പം നെയ്യ്. അത് ഈ ചൂടാവുന്ന പാത്രത്തിലേക്ക് ഗീ നമ്മൾ ഈ ചൂടാവുന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യാൻ പോകാം. നമുക്ക് സ്വല്പം അധികം ക്രാബുണ്ട്. സോ 1 കിലോയ്ക്ക് 1 ടേബിൾ സ്പൂൺ വെച്ചാൽ തുടങ്ങുന്നത്. ഇപ്പോൾ 2 കിലോ ക്രാബുണ്ട് നമുക്ക്. ഓൾമോസ്റ്റ് 2. സോ ഈ ചൂടായ നെയ്യിലേക്ക് ഞാൻ ഇനി ആ പേസ്റ്റ്, നേരത്തെ ആ മസാല പേസ്റ്റ് ചേർക്കാൻ പോവാണ്. സോ ഈ പേസ്റ്റ് ഒന്ന് ലേശം കൂടെ ലൂസാക്കാൻ സ്വല്പം വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ. ഇല്ലാണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര നല്ല സൂക്ഷ്മതയോടും നല്ല കെയർഫുള്ളായിട്ടാണ് നല്ല ഇത് കുക്ക് ചെയ്യുന്നത്. സ്ലോ പ്രോസസ്സാണ്, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ, ഫില്ലിൻ്റെ ഈ കുക്കിങ് കാണാനായിട്ട്. മസാല ബ്ലെൻഡ്, ഈ പേസ്റ്റ് ഇതിനകത്തൊന്ന് തിളച്ച് വന്ന ആ ഓയിൽ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ക്രാബ് അതിലേക്ക് ഇടാൻ ടൈമായി എന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ തന്നെ നല്ല നെയ്യുടെ മണവും എല്ലാം വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനും, നല്ല സ്മെല്ലും. സോ നമുക്ക് ഈ ക്രാബ് ഇതിലേക്ക് ചേർക്കാം. ക്രാബ് ആഡ് ചെയ്യലേക്ക് സ്വല്പം ഉപ്പും ആഡ് ചെയ്യാം. ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ. ഓക്കെ. ചെയ്തു. അതിന് അകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കാൻ പോവാണ്. ഇത് ഓൾറെഡി കുക്ക്ഡാണ്. സോ ശരിക്കും പറഞ്ഞാൽ വേണ്ട, പക്ഷേ ആ മസാല ഇതിനകത്തോട്ട് ശരിക്കും ഒന്ന് കുക്ക് ചെയ്ത് പിടിക്കാനായിട്ട് സ്വല്പം കൂടെ വെള്ളം ആഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ മംഗളൂരിയൻ ക്രാബ് ഗീ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഡൺ ആയി. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് സ്വല്പം കറി ലീവ്സ്. ഓക്കെ. സോ നമ്മുടെ ലെമൺ റൈസിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. ലെമൺ റൈസും ഉണ്ടാക്കുന്നുണ്ട്. അതെ. ഓക്കെ. സർപ്രൈസ് ആണല്ലോ. ഓക്കെ. ക്രാബിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ റൈസ് ആയിട്ട്, അതുകൊണ്ട് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ലേശം മസ്റ്റർഡ് സീഡ്സ്, റെഡ് ചില്ലി, ഹോൾ ചില്ലി, കുറച്ച് ഉറദ് ദാൽ, സ്പ്ലിറ്റ് പീസ്, ആൻഡ് സം പീനട്ട്സ് ആൻഡ് കാഷ്യൂസ്, ഒരു ലൈം, ലേശം കറി ലീവ്സ്. ഓക്കെ. സോ ലെമൺ റൈസ് ഉണ്ടാക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചാൽ അതിനകത്ത് സ്വല്പം എണ്ണ ഒഴിക്കും. സോ ചൂടായി വരുന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ആ റെഡ് ചില്ലി, നേരത്തെ പറഞ്ഞ റെഡ് ചില്ലിയും സ്വല്പം മസ്റ്റർഡ് സീഡ്സും. കഴിഞ്ഞ തവണ നീ അൽഫാം ഉണ്ടാക്കാൻ വന്നപ്പം മമ്മി നിന്നെ കാണിച്ചു തന്ന മസ്റ്റർഡ് പ്ലാന്റ്സിലെ മസ്റ്റർഡാണിത്. അടിപൊളി. ഓക്കെ. അപ്പോൾ ഫ്രഷ് മസ്റ്റർഡ് സീഡാ? അതെ. ഓക്കെ. ഹോം ഗ്രൗൺ. സോ ഇത് ചില്ലി സ്റ്ററിൻ ചെയ്യുമ്പം നമ്മൾ ആ നേരത്തെ പറഞ്ഞിരുന്ന സ്പ്ലിറ്റ് പീസ്, ഉറദ് ദാൽ, പീനട്ട്സ് ആൻഡ് കാഷ്യൂസ് അത് ഇട്ട്. ഓക്കെ. സോ ഇത് ടോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പരിപ്പെല്ലാം ബ്രൗണായി. സോ അതിലേക്ക് നമ്മൾ ആ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ജിഞ്ചർ ചേർക്കണം. അതുപോലെ തന്നെ ആ കറിവേപ്പില കുറച്ച് വെച്ചിരുന്ന അത് ആഡ് ചെയ്യണം. സോ ഇതിലേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇടുകയാണ്. ടർമറിക്. സോ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുക്ക്ഡ് റൈസ്. ഓൾറെഡി കുക്ക്ഡ്. ഓക്കെ. സ്വല്പം ഉപ്പ്, ഡിഷിൻ്റെ സ്റ്റാർ ലെമൺ നമ്മൾ ഇതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർക്കുക. ആ ലെമൻ്റെ കൂടെ ഒരു ലൈമും ചേർക്കുക. അങ്ങനെ ലെമൺ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈം റൈസ് റെഡിയായി. ഇനി നമുക്ക് ക്രാബിൻ്റെ കൂടെ സെർവ് ചെയ്യാം. പറഞ്ഞായിരുന്നു ഫിൽ ഒരു ടീച്ചറും കൂടിയാണ് അല്ലേ ഫിൽ? എത്ര വർഷമായി പഠിപ്പിക്കുന്നു ഫിൽ? പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി. ഞാൻ ഇവിടുത്തെ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പല ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കൊല്ലം പഠിപ്പിക്കുന്ന ഹൈസ്കൂളിൽ ഈ കൊല്ലമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. ഓക്കെ. 9th ഗ്രേഡ് ഇംഗ്ലീഷും പബ്ലിക് സ്പീക്കിങ്ങും. അതെ. സോ ഫിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്തത്? ഫീൽഡ് ചൂസ് ചെയ്യാൻ എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ പാരൻസ് ആണ്. രണ്ടുപേരും ടീച്ചേഴ്സാണ്. അവര് നാട്ടിൽ പോയി ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് സ്കൂളൊക്കെ ഉണ്ട്.
സോ അവരുടെ സ്കൂളിൻ്റെ പേരെന്താ നാട്ടിൽ? ഗുഡ് ഷെപ്പേർഡ്. എവിടെ അത്? അത് നിലമ്പൂർ. ചുങ്കത്ര. ഓക്കെ. ഇനി ഒരു സ്വല്പം ഗീയുടെ ഇതിൻ്റെ ഫിനിഷിംഗ് ടച്ചായിട്ട് ഇതിനൊക്കെ ആഡ് ചെയ്യുന്നു. പിന്നെ ലേശം സിലാൻട്രോ ഗാർണിഷ് ആയിട്ട് ഇടുക. Alright, so let's taste it. Awesome. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു ശകലം ഇത് മാത്രം ഇവിടെ നോക്കാം. ക്രാബ് മാത്രം. വാവ് മാൻ, ടേസ്റ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുളി ഒക്കെ വെച്ചിട്ട് നല്ല പുളിയുടെ ടേസ്റ്റ്, അതുപോലെ ആ സ്പൈസസും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് നല്ലോണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രാബിൻ്റെ കറികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ഗീ വെച്ച് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത്. ഞാൻ ഇച്ചിരി റൈസുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ ഇച്ചിരി നോക്കട്ടെ. എല്ലാ സ്പൈസും നല്ലോണം വന്നിട്ടുണ്ട്, ഉപ്പും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓ ഫ്രൈ. Wow, man. Good. എരിയുണ്ട്. പിന്നെ ആ ബ്യാഗ്ഡി മുളകിൻ്റെ ഒരു ചെറിയ earthy ഫ്ലേവർ ഉണ്ട്. അത് തന്നെ. ഓക്കെ. ഇതുവരെ ഈ റൈസിൻ്റെ കൂടെയും ഇത് കുഴച്ച് കഴിക്കുമ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ദിസ്. ഇത് വേണമെങ്കിൽ ഓൾ ഡേയിൽ നമുക്ക് കഴിക്കാം, പക്ഷേ നിങ്ങൾ എനിവേ ഇത് കണ്ട് പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സോ മേക്ക് ഷുവർ യു ട്രൈ ഇറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു. ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ വട്ടം? ഓ, എന്നിട്ട് പോലും ആദ്യമായിട്ട് ഇതൊന്ന് കണ്ടു, അതുകൊണ്ട് ട്രൈ ചെയ്യാന്ന് കരുതി. അടിപൊളിയായിരുന്നു ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ റൈസ് മാറ്റി ചോറ് വൈറ്റ് റൈസ് ആണെങ്കിൽ ഇച്ചിരി കൂടെ പുളി എല്ലാം കൂടെ പ്ലെയിൻ ഫ്ലേവർ ബ്ലെൻഡ് ചെയ്തേനെ. സോ ഈദ വേ ഇറ്റ്സ് റിയലി ഗുഡ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? സോ താങ്ക് യു അഗെയിൻ ഫിൽ മാൻ ഫോർ കുക്കിംഗ് another wonderful dish man. പോക്കനോസിലെ ഒരു ടീച്ചറാണ്, അതോടൊപ്പം തന്നെ വെറൈറ്റി കുക്കിൻ്റെ ആശാനാണ്. സോ നിങ്ങൾ കണ്ടുപോടി. അതോടൊപ്പം തന്നെ പുള്ളിക്കാരന് അടിപൊളിയായിട്ട് പാട്ട് എഴുതും, അത് ട്യൂൺ ചെയ്യും. എന്താ എങ്ങനെ പാട്ട്, എങ്ങനെയുള്ള പാട്ടാണ് ചെയ്തിരിക്കുന്നത്? ഞാനിത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഒരു ക്രിസ്മസ് പാട്ടാണ്. ക്രിസ്മസ് പാട്ട്. അത് നമുക്ക് നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെ കൂടെ അത് ഇടാം. സോ നമുക്ക് അത് റെക്കോർഡ് ചെയ്യാം. വർഗം വെടിഞ്ഞ് ഉണ്ണിയേശു വന്നിതാ, മാനവരെ രക്ഷിച്ചിടുവാനായി വന്നിതാ വന്നിതാ, നാഥൻ വന്നിതാ. താരമിതാ ഗഗനെ, നാഥനിതാ മണ്ണിതിൽ വന്നിതാ വന്നിതാ, നാഥൻ വന്നിതാ വന്നിതാ വന്നിതാ. അത്യുച്ചത്തിൽ സ്തുതിഗീതം പാടാം, നാഥന് മുൻപിൽ കുമ്പിടാം നാം. പൊന്നും മൂറും കുന്തിരിക്കവും കാഴ്ചയായി വയ്ക്കാം കൂട്ടരെ നാം. താരമിതാ ഗഗനെ, നാഥനിതാ മണ്ണിതിൽ വന്നിതാ വന്നിതാ, നാഥൻ വന്നിതാ വന്നിതാ വന്നിതാ.